നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ല അല്ലേ? എന്താ എപ്പോഴും കടബാധ്യതകൾ മാത്രമാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ സമ്പാദിച്ചാലും അത് എങ്ങോട്ടാണ് ചിലവായി പോകുന്നത് എന്ന് അറിയാത്തൊരവസ്ഥ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ധനം എന്നത് കേവലം ഒരു കടലാസ് മാത്രമല്ല, അത് ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ്. ആ എനർജിയെ ആകർഷിക്കാൻ നമ്മുടെ പേഴ്സിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കേണ്ട പണത്തെ കാന്തിക ശക്തി എന്ന പോലെ ആകർഷിക്കുന്ന ചില അത്ഭുത വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണം സൂക്ഷിക്കേണ്ട പേഴ്സ് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. എന്നാൽ പലരും പേഴ്സ് വളരെ അശ്രദ്ധമായിട്ടാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. പഴയ ബില്ലുകൾ, എക്സ്പയറി ചെയ്ത ATM കാർഡുകൾ അല്ലെങ്കിൽ കടലാസ് കഷ്ണങ്ങൾ എന്നിവയൊക്കെ പേഴ്സിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ പേഴ്സിലെ പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. നോട്ടുകൾ ചുരുട്ടിക്കൂട്ടാതെ കൃത്യമായ ക്രമത്തിൽ നിവർത്തി വയ്ക്കുക. എപ്പോഴും പണത്തിനോട് ബഹുമാനത്തോടുകൂടെ വേണം പണത്തിനെ സൂക്ഷിക്കാൻ. ഇനി നമുക്ക് പേഴ്സിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ അത്ഭുത വസ്തുവിലേക്ക് കടക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അടുക്കളയിലുള്ള പച്ച ഏലക്കയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന ഏലക്കയ്ക്ക് ജ്യോതിഷപരമായി വലിയൊരു പ്രാധാന്യമുണ്ട്. ബുധഗ്രഹത്തിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രീതിക്ക് ഏലക്ക ഉത്തമമാണ്. നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും 3 പച്ച ഏലക്ക സൂക്ഷിക്കുക. ഇത് പണത്തിന് അനുകൂലമായ പോസിറ്റീവ് ഊർജം നൽകുന്നതായിരിക്കും. അനാവശ്യ ചെലവുകൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഇതിൻ്റെ സുഗന്ധം നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും പോസിറ്റീവ് വൈബ് നിലനിർത്തുകയും ചെയ്യുന്നതായിരിക്കും. 1 മാസം കൂടുമ്പോൾ ഏലക്ക മാറ്റി പുതിയത് വയ്ക്കാവുന്നതുമാണ്. അടുത്തതായി പേഴ്സിൽ വയ്ക്കാൻ സാധിക്കുന്ന മറ്റൊരു ശക്തമായൊരു വസ്തുവാണ് കറുവപ്പട്ട. വിദേശ രാജ്യങ്ങളിൽ പോലും മണി മാഗ്നറ്റ് ആയിട്ടാണ് കറുവപ്പട്ടയെ കാണുന്നത്. ഇതിൻ്റെ സുഗന്ധം ധനത്തെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പേഴ്സിൻ്റെ ഒരു അറയിൽ മാറ്റിവെക്കുക. ഇത് ബിസിനസ് ചെയ്യുന്നവർക്കും ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പണം വരുന്ന വഴികൾ തുറക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ പേഴ്സിൽ എന്തൊക്കെ വെക്കണം എന്ന് പഠിച്ചതുപോലെ തന്നെ പ്രധാനമാണ് എന്തൊക്കെ വെക്കാൻ പാടില്ല എന്നതും. പലരും കടം വാങ്ങിയ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അടച്ചു തീർന്ന ബില്ലുകളൊക്കെ പേഴ്സിൽ സൂക്ഷിക്കാറുണ്ടല്ലേ. ഇതൊക്കെ വെക്കുന്നത് കടബാധ്യതകൾ വീണ്ടും ആകർഷിക്കും എന്നതാണ്. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രങ്ങൾ, കീറിയ നോട്ടുകൾ എന്നിവയൊക്കെ പേഴ്സിൽ വെക്കരുത്. പേഴ്സ് ഒരിക്കലും പൂർണ്ണമായി ശൂന്യമായി ഇടുകയും ചെയ്യരുത്. 1 രൂപ നാണയമെങ്കിലും എപ്പോഴും പേഴ്സിൽ അവശേഷിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ്. പോസിറ്റീവ് ചിന്താഗതിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും കൂടെ ഇത്തരം കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സുഹൃത്തുക്കളെ.